അങ്ങനെ ചെറിയൊരു ഡ്രൈവിന് ശേഷം നമ്മൾ കുറുവാദ്വീപിനടുത്തുള്ള ചെറിയ മലയിൽ എത്തി നിൽക്കുകയാണ്. ഇവിടെ കുറുമരുടെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേക ഡിഷായിരിക്കും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇതുപോലത്തെ സിമ്പിൾ ഡ്രസ്സ് ഇട്ടിരിക്കുന്നവരെ അവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും അല്ലേ? ഡോണ്ട് യു ലൈക്ക്? കം ഓൺ. ആനയൊക്കെ കയറാതിരിക്കാനായിട്ട് ഇവരൊരു വേലിയൊക്കെ കെട്ടിച്ചേക്കുക. കാര്യം ഇതെങ്കിലും ചവിട്ടി പൊട്ടിക്കുമ്പോൾ അവർ അറിയുമല്ലോ എന്നുള്ള ഇതിൽ പ്രത്യേക രീതിയിലുള്ള ഗേറ്റൊക്കെയാണ്. ഈശ്വര പറ്റൂലേ, ഈ തടിയും വെച്ചുകൊണ്ട് ഇതിനകത്ത് കയറാനും പറ്റത്തില്ല. അപ്പോൾ ഇന്ന് ലക്ഷ്മി ചേച്ചിയാണ് നമുക്ക് വേണ്ടി നല്ലൊരു വിഭവം, രാധാകൃഷ്ണൻ ചേട്ടൻ്റെ വീട്ടിലെ ലക്ഷ്മി ചേച്ചിയാണ് നല്ലൊരു വിഭവം നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. വളരെ റയറായിട്ടുള്ള വിഭവമാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ എപ്പിസോഡിലെ പ്രധാന താരമായ മുളത്തോരൻ അല്ലെങ്കിൽ കള്ളിത്തോരൻ അല്ലേ ഏട്ടാ? കള്ളിത്തോരൻ, അതായത് മുളയുടെ കള്ളി കൊണ്ടുള്ള തോരനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഈ മുളയുടെ കള്ളി എന്ന് പറഞ്ഞാൽ എളുപ്പം കിട്ടത്തൊന്നുമില്ല. മുളയുടെ കൂമ്പാണ്. ഈശ്വര, ഇതിപ്പോൾ ആന അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടി മുളയിൽ ചെയ്ത് വെച്ചേക്കുന്ന ഒരു പാലമാണ്. അപ്പോൾ നമ്മൾ മുളയുടെ കള്ളി, അതായത് അതിൻ്റെ കൂമ്പ് തേടിയുള്ള യാത്രയാണ്. ആ കള്ളി വെച്ചുള്ളൊരു തോരനാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ മുളയുടെ കൂമ്പ് അല്ലെങ്കിൽ കള്ളി കിട്ടി കേട്ടാ. എൻ്റെ അമ്മേ, അപ്പോൾ ഇന്ന് ഇവനാണ് താരം കേട്ടോ. ഭഗവാൻ, ഇതിൻ്റെ അറ്റമൊക്കെ മുള്ളുപോലിരിക്കുന്നല്ലേ ഈശ്വര. ഇന്ന് ഇവനാണ് താരം. ഇവനെ വെച്ചൊരു തോരനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, കള്ളിത്തോരൻ. ഇത് വെച്ച് ചെയ്യുന്ന ഒരു കറിയാണ് കള്ളിത്തോരൻ അല്ലെങ്കിൽ കള്ളിക്കറി അല്ലേ അമ്മ? അതെ, കള്ളിത്തോരനാണ്. കള്ളിത്തോരനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലേക്ക് പറയും മുളത്തോരൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്കല്ലേ അതേ പറ്റി. പക്ഷെ ഈ ഭാഗത്ത് ഇത് അറിയാം, അതായത് ചെറിയ മല കുറുവ ഭാഗത്ത് ഇത് അറിയപ്പെടുന്നത് കള്ളിത്തോരൻ എന്നാണ്. ഒരുപാട് ഗുണങ്ങളാണ്, ഒരുപാട് പോഷക സമ്പത്തുള്ളതാണ്, നല്ല ഭാരമാണ് കേട്ടോ. അപ്പൊ ഇതിനെ നമ്മൾ ക്യാബേജ് അരിയുന്ന പോലെ അരിഞ്ഞ് ഇവർ തോരനാക്കി തരും കേട്ടോ. അപ്പൊ ഇത് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ആദ്യം ചെയ്യേണ്ടത് ഇതിനെ പൊളിക്കണം. അതെ, പൊളിച്ചിട്ട് അതിന്റെ ഇത് പൊളിക്കണം. പൊളിച്ചിട്ട് വേണം അതിന്റെ കൂമ്പെടുക്കുക. കൂമ്പെടുത്തിട്ട് പിന്നെ ചെറിയായിട്ട് അരിയണം. അരിഞ്ഞിട്ട് പിന്നെ അടുപ്പിൽ വെച്ചിട്ട് വെള്ളം ചൂടാക്കിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിപ്പോ പൊളിക്കുന്നത് തൊട്ട് കാണിച്ചു കൊടുക്കാം, പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കല്ലേ. അപ്പൊ പൊളിക്കുന്നത് നമ്മൾ ആദ്യം ഇതിനെ പൊളിക്കണം. അതായിരിക്കും ലക്ഷ്മി ചേച്ചി നമുക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത്. അന്ന് പൊളിക്കട്ടെ. പൊളിച്ചോളൂ. ഇപ്പൊ നമ്മൾ ഇതുപോലെ ഇത് പൊളിച്ച് കളയുക കേട്ടോ. മുളയുടെ ആ കൂമ്പ് എന്ന് പറയുന്ന ഭാഗം അത് പൊളിച്ച് കളയുകയാണ്. അപ്പോൾ നമ്മുടെ കൂമ്പൊക്കെ നമ്മൾ അതിന്റെ കൂമ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ കൂമ്പിന്റെ പുറത്തുള്ള തൊലി മുഴുവൻ നമ്മൾ ഇളക്കി കഴിഞ്ഞു. ഏകദേശം ഇപ്പം ഇനി നമ്മൾ എടുക്കാനുള്ള ഭാഗമായെന്ന് തോന്നുന്നല്ലേ? ഇനി കുറച്ച് പിന്നെ ചെത്തിയെടുക്കണം. ഇനി കുറച്ചും കൂടെ ചെത്തിയെടുക്കാനുണ്ട്. അതും കൂടെ ഒന്ന് കാണിച്ചു കൊടുത്തോളൂ. അങ്ങനെ ഒരുപാട് ഇളക്കി കേട്ടോ. അതിന്റെ ഒരുപാട് നമ്മൾ ഈ വാഴയുടെ ഒക്കെ കൂമ്പിളക്കി കളയുന്ന പോലെ കൂമ്പ് തോരനൊക്കെ വെക്കത്തില്ല, അതുപോലെ ഒരുപാട് ഭാഗം അതിന്റെ ഇളക്കി കളഞ്ഞു മുളയുടെ.
അപ്പൊ ഇത് ഏകദേശം എന്റെ ഭൂരിഭാഗം ഭാഗവും അത് ഇളക്കി കഴിഞ്ഞു. ഈ ഭാഗമൊക്കെ ആണെന്ന് തോന്നുന്നു എനിക്ക് അത് ഉപയോഗിക്കുന്നത് അല്ലേ? ഇതൊക്കെ ഉപയോഗിക്കാം. ഇപ്പൊ റോക്കറ്റ് പോലെ ആയി. ഇനി തുമ്പെ കൊണ്ടുകൊടുത്ത അവർ റോക്കറ്റ് വിടും. ഇനി ഇതിന്റെ മുകളിലുള്ളത് മുറിച്ചിട്ട് കഷ്ണാക്കിട്ട് പിന്നെ കൊത്തിയെടുത്തിട്ട് ബാക്കി ഇനിയും കളയാനുണ്ട്. ഇനിയും കളയാനുണ്ട്. ഇനി എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഇനി ഇത് താഴെ ഉള്ളത് പറ്റൂല, എടുക്കത്തില്ല. എവിടെ തൊട്ട് കളയണം? എവിടെ തൊട്ട് കളയേണ്ടി വരും. അപ്പൊ അത് കട്ട് ചെയ്ത് കളയണം അല്ലേ? അതെ. സാധാരണ ഇത് അടുക്കളക്കകത്ത് വെച്ച് അമ്മ ചെയ്യുന്നത്. പക്ഷെ ഇത് നമുക്ക് കുറച്ച് എല്ലാം വളരെ വ്യക്തമായിട്ട് നിങ്ങളെ കാണിച്ചിട്ടുണ്ടോന്നുണ്ട് അമ്മയെ കൊണ്ട് വെളിയിലേക്ക് വന്നത്. അത് അമ്മ നോക്കട്ടെ അതിൻ്റെ അകത്ത് ചെറിയൊരു ഹോളൊക്കെ ഉണ്ട്. പ്രത്യേകത ഒരു മണമുണ്ട് കേട്ടോ. ആണ് ഇനി എളുപ്പം അത് മുറിയും കേട്ടോ. നമ്മൾ ആ പുറത്തെ തോലൊക്കെ കളഞ്ഞപ്പോഴത്തേക്ക് ഇനി അത് കട്ട് ചെയ്ത് എടുക്കാൻ എളുപ്പമാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും മൂർച്ചയൊക്കെ ഉണ്ടെങ്കിൽ ഈശ്വര ബ്ലേഡ് പോലെ ആയിരിക്കുന്നത് കേട്ടോ. എന്നാ മൂർച്ചയെന്നറിയാം. ഇനി അത് നമ്മൾ അതിനെ 3 കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുളയുടെ കള്ളിയെ 3 കഷ്ണമാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ കൊത്തി നുറുക്കുകയാണ്. കൊത്താം. പിച്ചാത്തിയൊക്കെ ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം പോകും അല്ലേ? എനിക്ക് പിച്ചാത്തി കൊണ്ട് പറ്റൂല. ഇതാണ് എളുപ്പം. എനിക്ക് ഇതാ എളുപ്പം. കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം കുറുമരുടെ ഇടയിലുള്ള കള്ളിത്തോരനാണ്. വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ ഇവിടേക്ക് എത്തിയത്. കുറുവയിലെ ചെറിയ മല എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്ന വഴിയൊക്കെ കാണാൻ അതിമനോഹരമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം നമ്മൾ നല്ല, അതായത് നേരത്തെ പറഞ്ഞ പോലെ ക്യാബേജ് അരിയുന്ന പോലെ നന്നായിട്ട് കൊത്തി അരിഞ്ഞു അല്ലേ? മുളയുടെ കള്ളി മുഴുവൻ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കൂടയിലൊക്കെ ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഉപയോഗിക്കാം അല്ലേ? ഇത് എത്ര നാൾ കേടാവാതിരിക്കും? ഞങ്ങൾ വെള്ളത്തിലിട്ട് വെച്ചാൽ 2-3 ദിവസം കേടാവാതിരിക്കും. ഇവിടെ ഫ്രിഡ്ജ് ഒന്നും മറ്റൊരു കാര്യവും വേണ്ട. ഇതൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചുള്ള അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. വെറുതെ ഒരു പരിപാടിയില്ല. നല്ല സുഖമായിട്ട് ഇതൊക്കെ കേടാവാതിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം മാറ്റി വെച്ച് ഇനി ഇത് പാകം ചെയ്യുന്നത് എങ്ങനെ? നമ്മൾ അടുക്കളയ്ക്ക് അകത്തേക്ക് കയറുകയാണ്. ഇതൊക്കെ എങ്ങനെയാ പാകം ചെയ്യുന്നതെന്ന് നമുക്ക് പറഞ്ഞുതരും അല്ലേ? അതെ, പറഞ്ഞുതരാം. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച മുളക്കള്ളിയുടെ ഈ തോരനല്ല ഈ കൊത്തി എറിഞ്ഞ ഭാഗങ്ങൾ നമ്മൾ ഈ ഒരു വെള്ളം തിളപ്പിച്ചിട്ടുണ്ടല്ലേ? എന്താ ചെയ്യേണ്ടത്? ഇനി എന്താണ് ചെയ്യേണ്ടത്? തിളപ്പിച്ചിട്ട് ഇടാം. എന്നിട്ട് തിളപ്പിച്ചിട്ട് പിന്നെ എടുത്ത് വാർക്കണം. ഇപ്പൊ നമ്മള് ഇത് തിളപ്പിക്കാനായിട്ട് ഇടുക. അതെ. ഇത് ഇടുന്നത് ഇതിന്റെ ഒരു കയ്പ്പ് രസം പോകാനായിട്ട്. അതെ, കയ്പ്പ് രസം പോകാൻ വേണ്ടി. അത് ശരിയാ. നല്ല ഇത് കഴിക്കുന്ന അത്ര നല്ലതല്ല. അല്ല, നല്ലതല്ല. അതെ, വേവിച്ചിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ. വേവിച്ചിട്ടേ കഴിക്കാവുള്ളൂ. അത് ശരിയാ. അന്നേരം ഞാൻ ഇടാൻ പോവാ. ഇട്ടോളൂ. നമ്മളിപ്പോ അത് തിളയ്ക്കാൻ ഇട്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ അമ്മയുടെ ഇവിടുത്തെ ജീവിത രീതികളൊക്കെ പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ആ ചോറിന്റെ കൂടെ എന്തൊക്കെയാ, ഊണിന്റെ കൂടെ നമ്മൾ എന്തൊക്കെ കറികളാണ് സാധാരണ? ഞാൻ പച്ചക്കറി ഉണ്ടാക്കും. അല്ലെങ്കിൽ കുമ്പളങ്ങ വെച്ചുള്ള എന്താ ഒഴിച്ചു കൂട്ടാനാണോ? ഒഴിച്ചു കൂട്ടാൻ. പച്ചക്കറികൾ കൂടുതൽ ഏതൊക്കെയാ ഉപയോഗിക്കുന്നത്? കുമ്പളങ്ങ, തക്കാളി, ഉള്ളി. സവാളയാണോ ചെറിയ ഉള്ളിയാണോ? അല്ല, സവാള തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? ഇവിടെ ഓരോ ടൈപ്പ് കത്തികളാണ് കേട്ടോ. ഇത് കൊയ്ത്തരിവാ. നെല്ല് കൊയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. ഇതാണ് കൊയ്ത്തരിവാല കേട്ടോ. ഇവിടെ ഇത് ഇത് സാധാരണ നമ്മളുടെ ഉപയോഗത്തിന് ചെത്താനും പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിറകൊക്കെ വെട്ടുവാണെങ്കിൽ അതിൽ ഉപയോഗിക്കും. ഇത് ചോല വെട്ടുന്നത്. പ്രത്യേകിച്ച് പേരെന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾ പറയും കച്ചറ കത്തി എന്ന് പറയും. കച്ചറ വീശുന്ന. കച്ചറ എന്ന് പറയുന്ന ഈ ചോലയാണ്. അതെ, ഈ കച്ചറ വീശുന്ന. അത് ശരി, കച്ചര കത്തി. അങ്ങനെ പലതരം സാധനങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ. പക്ഷെ ഇപ്പം ഇവിടെ ഇത്രയൊക്കെ ഇപ്പോ ഉള്ളൂ.
ബാക്കിയെല്ലാം അവിടെ ഇവിടെ ആയിട്ടൊക്കെ കിടക്കുകയാണ്. അതുപോലെ നമ്മൾ ഈ അരിയൊക്കെ വേവിച്ചു വെക്കാൻ സ്റ്റാൻഡ് ഉണ്ടല്ലോ, പാത്രങ്ങളൊക്കെ ഇറക്കി വെക്കാനുള്ള. ഇത് ഇവിടെ ഈ അടിയാന്മാരൊക്കെ അത് വേറൊരു സമൂഹമാണ് അല്ലെ, അടിയാന്മാർ. അവർ ഈ മുളയിലൊക്കെ ഉണ്ടാക്കി ഇവിടെ കൊണ്ട് കൊടുക്കുന്നതാണ്. ഇതിന്റെ തന്നെ ഒരു അടപ്പൊക്കെ ഞാൻ ഇവിടെ കണ്ടു, വലിയ അടപ്പ്. എവിടെ അമ്മ? ഇതൊക്കെ അടച്ചു വെക്കാൻ വളരെ മനോഹരമായിട്ടുള്ള, ഒരു പ്ലാസ്റ്റിക് ഇല്ല, മെറ്റൽ ഇല്ല, എല്ലാം വളരെ തന്മയത്തോടെ ഒരു ദോഷമില്ലാത്ത സാധനങ്ങളാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ നമ്മുടെ സംഭവം തിളച്ച് കാണുമോ, അതോ കുറച്ചുകൂടെ സമയം കൊടുക്കേണ്ടി വരുമോ? എത്ര നേരം ഇട്ടേക്കണം? ഇത് ഇപ്പം എടുത്ത് വാർത്തിട്ട് പിന്നെ രണ്ടാമത് വെള്ളം തിളപ്പിച്ചിട്ട് ഇടണം. ഇപ്പം ഇത് വാർക്കാറായോ? അതെന്താ ഇപ്പൊ വാർത്തെടുക്കുന്നത്? അതിന്റെ കയ്പ് പോയി കാണും. ആദ്യം പിന്നെ അത് കയ്പ് അതിന് പിന്നെ പെട്ടെന്ന് വാർത്താല് കയ്പ് അത്ര ഉണ്ടാവൂല, അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് വാർക്കും. വാർത്തിട്ട് പിന്നെ രണ്ടാമത് വെള്ളം തിളപ്പിച്ചിട്ട്. അതെ, ഇത് നമ്മൾ മുഴുവൻ വാർത്തെടുക്കുകയാണ്. ഇപ്പൊ അതിന്റെ കയ്പ് പോകാനായിട്ട് നമ്മളൊന്ന് തിളപ്പിച്ച ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതേ ഉള്ളൂ. അതിനുശേഷം അതങ്ങ് വാർത്തെടുക്കുക. ഇനി രണ്ടാമത് എന്തോ നോക്കുന്നു, ഇനി രണ്ടാമത് വീണ്ടും വെള്ളം എടുത്ത് നമ്മൾ ഇന്നലെ വേറൊരു സ്ഥലത്ത് പോയപ്പോ അവിടെ മുക്കി എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ കണ്ടു. മുക്കി എന്ന് പറഞ്ഞാൽ തേങ്ങയുടെ ഇതൊക്കെ ഇട്ട് അതിട്ടാണ് വെള്ളമൊക്കെ എടുക്കുന്നത് കണ്ടത്. അങ്ങനെ ഓരോരുത്തർ പോകുമ്പോൾ ഓരോരോ നമുക്ക് വ്യത്യസ്തമായ കുറെ ഉപകരണങ്ങളും അങ്ങനെയുള്ളതൊക്കെ കാണാൻ പറ്റും. ഇതിപ്പോ ഒന്ന് വാർത്തെടുക്കണം കേട്ടോ. ഈ രണ്ടാമത് ഒന്നും കൂടെ ഇട്ട് അതിൽ തിളപ്പിക്കാൻ പോവുകയാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ കപ്പ പുഴുങ്ങിയ ഒരു മണം വരുന്നുണ്ട് അല്ലേ? അതിന്റെ ഒരു മണം വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ അതിന്റെ ഒരു മണം. അപ്പൊ ഇനി ആ വെള്ളം ഒന്ന് വെട്ടി തിളയ്ക്കാനായിട്ട് നമ്മൾ കുറച്ച് സമയം കൊടുക്കേണ്ടി വരും. ഇപ്പൊ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കുറച്ച് നേരം തിളപ്പിച്ചില്ലേ, അതിന്റെ കയ്പ് പോകാനായിട്ട് ആ മുളത്തോരൻ ഇപ്പൊ വാർത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിന് വീണ്ടും ഇതിലേക്ക് അങ്ങ് ഇടാം അല്ലേ അമ്മ? ഞാൻ ചെയ്യട്ടോ. അങ്ങനെ അതിട്ടു. ഇനി അതങ്ങ് അടച്ചു വെക്കാം, വീണ്ടും അടച്ചു വെക്കാനാണ്. അടച്ചു വെച്ചാ വെക്കാം. ഇനി എത്ര നേരം എടുക്കുമായിരിക്കും? ഇനി കുറച്ച് നേരം, പിന്നെ എത്ര മിനിറ്റ്? ഒരു 10-15 മിനിറ്റ് വെച്ചിരുന്നാൽ നന്നായിട്ട്. ഇതിന് നല്ല വേവുള്ളതാണല്ലേ? അതെ അതെ, നല്ല വേവുള്ളതാ. അതെ. പിന്നെ ഇനി എണ്ണ വെച്ചിട്ട് കടുവെല്ലാം ഇട്ടിട്ട് പച്ചമുളക് ഒഴിച്ചിട്ട് പിന്നെ എണ്ണ മൂപ്പിച്ചിട്ട് പിന്നെ കടുക് ഇടണം. അതെ. പിന്നെ ഉള്ളി, പച്ചമുളക് ഒക്കെ ഇട്ട് കറിവേപ്പില ഒക്കെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് അത് ഇതിലേക്ക് താളിക്കും. എന്തായാലും അപ്പൊ ഇതൊന്നും ഇനി തിളച്ചു വരണം. ഇത് നന്നായിട്ട് 15 മിനിറ്റോളം തിളച്ചാൽ ഇത് നന്നായിട്ട് വേവുള്ളൂ കേട്ടോ. കാര്യം ഇത് കുറച്ച് കട്ടിയുള്ളതല്ലേ, മുളയുടെ ആ കൂമ്പ് കള്ളി എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടിയുള്ളത്. അത് നന്നായിട്ട് വെന്ത് വരാനുള്ള സമയം കൂടെ നമ്മൾ കൊടുക്കണം. ക്ഷമിച്ചോളൂ, വളരെ നല്ലൊരു വിഭവമായിരിക്കും നിങ്ങൾക്ക് മുമ്പിൽ എത്താൻ പോകുന്നത്. അപ്പൊ ഇപ്പൊ രണ്ടാമത് നമ്മൾ തിളപ്പിക്കാൻ ഇട്ടിരുന്നു, അതും ഇപ്പൊ തിളച്ചിട്ടുണ്ട്, നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് സമയം നമ്മൾ ഇട്ടിരുന്നു. നമുക്ക് തുറക്കാം, നമുക്ക് ഇങ്ങനെ എടുക്കാം. ആദ്യം ഒന്ന് വാർക്കാൻ പറ്റും, അതിന്റെ കയ്പ് മാറാൻ കേട്ടോ. ചെറുതായിട്ടൊന്ന് തിളച്ചപ്പോഴത്തേക്ക് ഇത് രണ്ടാമത്തെ നന്നായിട്ട് വെട്ടി തിളപ്പിച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? വറവ് അല്ലേ? താളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അതിനുവേണ്ടി അമ്മ ഇവിടെ സവാള തന്നെയല്ലേ? സവാള നന്നായിട്ട് വളരെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. സവാള വളരെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പിലയും പച്ചമുളകും എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിലയും പച്ചമുളക് ഏതാണ്ട് ഈ വലുപ്പത്തിൽ കറിവേപ്പിലയും പച്ചമുളകും എല്ലാം എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും മുളകും അതും വേണം. ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ആവശ്യമുണ്ട് കേട്ടോ നമ്മുടെ ഈ വറവിനായിട്ട്. ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ആവശ്യമുണ്ട്. ഇത് നന്നായിട്ട് നമ്മൾ വാർത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ വേറൊരു ചെറിയ ചീനച്ചട്ടി പോലത്തെ ഒരു പാത്രം വെക്കുക. ഇനി അതിലാണ് നമ്മൾ വറവാക്കുന്നത് അല്ലേ? ഇതിലാ വറവാക്കുന്നത്. വെളിച്ചെണ്ണ തന്നെയാണല്ലോ അല്ലേ? വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പൊ അതൊന്ന് ചൂടായിക്കോട്ടെ. ആ പാത്രം ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതെല്ലാം ഒന്ന് താളിച്ചെടുക്കും. എന്നിട്ട് അതും ഇതും കൂടെ ഒക്കെ മിക്സ് ചെയ്താണ് നമ്മുടെ മുളത്തോരൻ അല്ലെങ്കിൽ കള്ളിത്തോരൻ ശരിയാവുന്നത് അല്ലേ? അതെ, കള്ളിത്തോരൻ. ഇന്ന് ഇവിടെ വേറെ എന്തൊക്കെയുണ്ട് കഴിക്കാൻ? ഇല്ല, അതെ, ചോറുണ്ട്. എവിടെ? നല്ല കറിയൊക്കെ എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എന്ത് കറിയാ ഇത്? അത് മറ്റേ ഇത് ചപ്പിന്റെ മറ്റേ ചീരച്ചപ്പ്.
ചീരയുടെ കറിയാ കേട്ടോ. എണ്ണ ഒഴിക്കാൻ പോവാ. എണ്ണ ഒഴിച്ചു കേട്ടോ. അയ്യോ, അവിടെ അപ്പോഴത്തേക്ക് എണ്ണയൊക്കെ ഒഴിച്ചു അമ്മ. നമ്മുടെ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുകിടാൻ പോവാ. അടുത്തത് കടുകിടാൻ പോവാ. അപ്പം കടുക് ഇട്ട് കൊടുത്തു, എണ്ണ ഇട്ട് കൊടുത്തു കേട്ടോ. അല്ല, എണ്ണ ഇട്ടിട്ട് കടുക് ഇട്ട് കൊടുത്തു. ഇനി അടുത്ത ഉള്ളി സവാളയും കൂടെ അല്ലേ? അതെ, സവാള കൂടെ ഇടാം. ഇടാൻ പോവാ. ഇടാം. അതുകൊണ്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാല്ലേ. ഇത് എത്ര നേരം വഴറ്റണം അമ്മ? ഒരു 2 മിനിറ്റ് മതി. ചിരിക്കുന്നത് മൂത്തൊക്കെ കരിയാ. അതിൽ കരി ഉണ്ടായിരുന്നു. അയ്യോ, മൂത്തൊക്കെ ആയോ? അതെ, മുഴുവനേ ആയോ? ഇതിലൊക്കെ മൂക്ക് കൂടിയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്ന ഡിഷിന്റെ പേര് നിങ്ങൾ ആരും മറക്കല്ലേ, കള്ളിത്തോരനാണ്. അതെ, പച്ചമുളക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, സവോള തട്ടി, കടുക് ഇട്ടു, പിന്നെ സവോള തട്ടി. ഇനിയിപ്പോ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതെ, ഇടാൻ പോവാ. അത് എത്ര നേരം ഒന്ന് വഴറ്റിയെടുക്കണം? ഒരു 5 മിനിറ്റ്. 5 മിനിറ്റ് അല്ലേ? കുറച്ച്. ഇനി നമ്മൾ വഴറ്റി എടുത്തിട്ട് എന്താ അമ്മ ചെയ്യുന്നത്? അപ്പൊ അതിടാം. ചെമ്പകത്തിന്റെ പൂ നേരത്തെ പറഞ്ഞ ചെമ്പകപ്പൂവൊക്കെ വെച്ചേക്കുന്നത് തലയിൽ കേട്ടാ. ചെമ്പകപ്പൂവാണോ സാധാരണ തലയിൽ വെക്കുന്നത്? അല്ല, ഞാൻ ഇന്നൊരു രസത്തിന് വെച്ചതാ. സുന്ദരിയാവാൻ വേണ്ടി വെച്ചോ. ഞാനൊരു രസത്തിന് വെച്ചതാണ് കേട്ടാ. ഇനി അടുത്ത മഞ്ഞൾപ്പൊടി. അതെ, കുറച്ച് മഞ്ഞൾ ഇട്ടു. അല്പം മഞ്ഞൾപ്പൊടി ഇടുകയാണ്. അത് ഇതിലേക്കാണ് ഇതിലേക്ക്. നമ്മുടെ മുളത്തോരല്ലേ വാർത്ത വെച്ചേക്കുന്ന ആ മുളയുടെ ഇതിലേക്ക്, മുളയുടെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത് അതിലേക്കാണ് നമ്മൾ ഇടുന്നത്. വേവിച്ച് വെച്ചേക്കുന്നതിൽ കുറച്ച് ഉപ്പ്, പാകത്തിന് ഉപ്പ്. മുളക് പൊടി ഉപയോഗിക്കത്തില്ല അല്ലേ? മുളക് പൊടി വേണമെങ്കിൽ സാധാരണ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? അത് മതി. നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയല്ലേ ഇടുള്ളൂ. അത്ര ഉപ്പും മഞ്ഞൾപ്പൊടിയും നമ്മൾ ചെയ്യുള്ളൂ. പച്ചമുളക് കൊണ്ട് അത് എരിയുടെ കാര്യം അത് നോക്കിക്കോളൂ അല്ലേ? അത് കാന്താരി അല്ല, സാധാരണ പച്ചമുളക്. അതെ, സാധാരണ പച്ചമുളക്. ഞാൻ കാന്താരി നന്നായിട്ടൊന്ന് ഇത് ചെയ്യണോ? ഇളക്കി കൊടുക്കണോ? ഇളക്കി കൊടുത്തിട്ട് അത് നന്നായിട്ട് ഇളക്കി, കുറച്ച് അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ജഗദീഷ് ചേട്ടൻ ചെയ്ത പോലെ ആയിപ്പോയി. ഇന്നരിയെന്നാണ് കാക്ക തൂറിനാ തോന്നുന്നതെന്ന് പറഞ്ഞ് ആ പരിപാടി ആയിപ്പോയി. മുഴുവനായി. സിനിമയൊക്കെ കാണാറുണ്ടോ? ഞാൻ അങ്ങനെ സിനിമ കാണാൻ പോകുന്നില്ല. ഇഷ്ടമല്ല സിനിമ? എനിക്ക് ഇഷ്ടമില്ല. ഇട്ടേക്കട്ടെ അല്ലേ? അതിന് നമ്മൾ ആ നേരത്തെ തോരൻ മുഴുവൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മൾ അരിഞ്ഞ് വേവിച്ച് വെച്ചിരുന്നത് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് പരുവപ്പെടുത്തിയിട്ടുണ്ട്. അത് മുഴുവൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി കേട്ടോ. നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. നല്ലൊരു മണമുണ്ട് കേട്ടോ ഇവിടെ മുഴുവൻ. ഞാൻ പറയാം, ഇവിടുത്തെ കറിവേപ്പിലയും മറ്റേ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വാസന നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ മായവും കുന്തും ഒന്നുമില്ല. എല്ലാം വളരെ രസമാണ്. എല്ലാം കിട്ടുന്നതെല്ലാം വളരെ ടേസ്റ്റി ആയിരിക്കും. നിഷ്കളങ്കമായി സ്നേഹത്തിൻ്റെ ചെരുവയും കൂടെ ഉണ്ട്. നമ്മുടെ നാട്ടിലൊന്നും അത് ചിലപ്പോൾ കിട്ടത്തില്ല കേട്ടോ. സ്നേഹത്തിൻ്റെ ചെരുവയും കൂടെ ഉണ്ട്. ഇപ്പോഴേ കുറച്ച് കൊതി വന്നു. കുറച്ച് കൈ തരാമോ? ചൂടല്ലേ? കുറച്ച്. അയ്യോ, അത്രയും വേണ്ട, ഞാൻ എടുത്തോ. കാണുമ്പോൾ കൊതി വന്നു, അതുകൊണ്ട് കൊതി വിടാതിരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ പറയും കൊതി വിട്ട് കഴിഞ്ഞാൽ വിഭവം വലിയ മധുരം കാണത്തില്ല. അതുകൊണ്ട് നമ്മൾ കഴിച്ചു നോക്കി അറിയാനേ പറ്റത്തില്ല കേട്ടോ. ഇത് മുളക് കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയത്. നമ്മൾ സാധാരണ ക്യാബേജ് പോലെ തന്നെ ഇരിക്കുന്നു അല്ലേ? ഉപ്പ് മതിയോ? കുറച്ചുകൂടി ഇട്ടെ. അമ്മ നോക്കിയേ, ഉപ്പ് മതിയോ ഒന്ന് നോക്കി. അമ്മ നോക്കി നിങ്ങളെ ഭാഗത്തിനായിരിക്കട്ടെ. ഓ കണ്ട, ആദിത്യ മര്യാദ. ഉടുപ്പ് ലേശം കൂടെ ആവാം.
അല്പം കൂടെ ഉപ്പാകും. ഇത്തിരി മതിയോ? അതാണ് എനിക്ക് അറിഞ്ഞൂടാത്. അങ്ങനെ നമ്മുടെ കള്ളിത്തോരൻ റെഡി ആയിട്ടുണ്ടല്ലേ. ഒരു 5-10 മിനിറ്റ് അത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തോ കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അത് കുറച്ച് അമ്മ എന്നെ എടുത്ത് കുറച്ച് തന്നോളൂ. നല്ല വാഴയിലേക്ക് വാട്ടി അതിലേക്ക് അല്പം കള്ളിത്തോരൻ അല്ലെങ്കിൽ മുളത്തോരൻ അല്പം അല്പം മതി, എൻ്റെ കൈ പൊള്ളല്ലേ. അങ്ങനെ കുറുമ വിഭാഗത്തിന്റെ വളരെ റെയർ ആയിട്ടുള്ളൊരു ഡിഷാണ്. വിശേഷ അവസരങ്ങളിൽ കിട്ടാൻ ഈ മുളയുടെ കള്ളിയൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടി ലക്ഷ്മി ചേച്ചിയുടെ വീട്ടുകാരും ബന്ധുക്കളും കൂട്ടുകാരും എല്ലാം അവർക്ക് വളരെ ബുദ്ധിമുട്ടി കാട്ടിൽ പോയി മുളയുടെ കൂമ്പെല്ലാം ഒപ്പിച്ച് കള്ളിയൊക്കെ ഒപ്പിച്ച് അത് വന്ന് ഇവിടെ ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ക്യാബേജ് തോരൻ പോലെ ഇരിക്കും കേട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ മണം എന്ത് നല്ല മണമാണെന്നറിയാം. നല്ല സാധനം. സാധാരണ ഒരു ക്യാബേജ് തോരൻ കഴിക്കുന്ന പോലെ തോന്നും. അപ്പോൾ വയനാട്ടിൽ നിന്ന് മറ്റൊരു വ്യത്യസ്തമായ വിഭവം കൂടെ നിങ്ങളുടെ മുമ്പിൽ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. എത്തിച്ചു തന്നത് കുറുമ വിഭാഗത്തിൽപ്പെട്ട സ്ഥലത്തിന്റെ പേര് ഞാൻ വീണ്ടും ചെറിയ മലയിലുള്ള ലക്ഷ്മി ചേച്ചിയാണ്. അപ്പൊ എന്തായാലും ഈ നല്ല വിഭവം പരിചയപ്പെടുത്തിയ ലക്ഷ്മി ചേച്ചിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലം സ്വാതന്ത്ര്യത്തിന്റെ യാത്ര ഇവിടെ നിർത്തുകയാണ്. പക്ഷേ വയനാടൻ വന്യതയിലൂടെ വ്യത്യസ്തമായ വിഭവങ്ങൾ തേടിയുള്ള യാത്ര സ്വാദ് ഒരിക്കലും അവസാനിപ്പിക്കുന്നില്ല. അത് തുടർന്നുകൊണ്ടേയിരിക്കും. എന്നും കാണുക. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ എഴുതി അറിയിക്കേണ്ട അഡ്രസ് ടു ദ പ്രൊഡ്യൂസർ സ്വാദ് ജയ്ഹിന്ദ് TV, കരിമൽ ആർക്കേഡ് ഈസ്റ്റ് റോഡ്, ട്രിവാൻഡ്രം. നമ്മുടെ അഡ്രസ് ഇമെയിൽ അഡ്രസ് swad@jayhindtv.in. അപ്പൊ എല്ലായിടത്തും ഗുഡ് ബൈ പറഞ്ഞ എല്ലാവർക്കും പ്രേക്ഷകരുണ്ട്. അതിന്റെ പുറകിൽ പ്രേക്ഷകർ ഗുഡ് ബൈ പറഞ്ഞ എല്ലായിടത്തും ഒന്ന് ഗുഡ് ബൈ പറഞ്ഞേ. ഗുഡ് ബൈ. ഗുഡ് ബൈ. Costume courtesy. Status Safalim Complex, Palayam, Trivandrum.